മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ട് സൂപ്പർ താരങ്ങൾ കാലങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന സിനിമ അതാണ് പാട്രിയറ്റ്. പാട്രിയറ്റിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയും ലാലേട്ടനും മമ്മൂക്കയും ഒരുമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടെ കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും നയൻതാരയും ഉൾപ്പെടെയുള്ള വലിയ താരനിരയുമുണ്ട്. എന്നാൽ ആ ഒരു താരനിരയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ഹൈപ്പ് ചിത്രത്തിന് ഇതുവരെ വന്നിട്ടില്ല. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രങ്ങളിൽ ഒന്നായിട്ടാണ് പാട്രിയറ്റ് വരുന്നത്. ഏതാണ്ട് 100 കോടിക്ക് മുകളിൽ ചിത്രത്തിന് ബഡ്ജറ്റ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഒരു വർഷത്തിന് മേലെയായി നീണ്ടുനിന്ന ഷൂട്ടിംഗ് ആണ് ചിത്രത്തിന് ഉണ്ടായിരുന്നത്. ആൻഡ്രൂ ജോസഫാണ് പ്രധാന നിർമ്മാതാവ്. കൂടെ മറ്റു ചില നിർമ്മാതാക്കളുമുണ്ട്. ചിത്രം സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ്. സുഷിൻ ശ്യാമാണ് മ്യൂസിക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സകല സന്നാഹങ്ങളും ഉണ്ടായിട്ടും ചിത്രത്തിന് വേണ്ടത്ര ഹൈപ്പേ ഇല്ല എന്ന് പറയാം. ചിത്രത്തിൻ്റെതായ ടീസർ പുറത്തു വന്നു, ഒരു പാട്ട് പുറത്തു വന്നു, ഒരുപാട് സ്റ്റില്ലുകൾ പുറത്തു വന്നു, പോസ്റ്ററുകൾ പുറത്തു വന്നു. എന്നിട്ടൊന്നും സിനി ഫയൽസിന് പോലും ചിത്രത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ചിത്രത്തിന്റെ ട്രെയിലർ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. 3.5 മിനിറ്റോളമുള്ള ഒരു ട്രെയിലറാണ് വരാൻ പോകുന്നത്. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള ട്രെയിലറുകളിൽ ഒന്നാണ്. എമ്പുരാന്റെ ട്രെയിലറിനോളം തന്നെ ദൈർഘ്യം ഈ ചിത്രത്തിന്റെ ട്രെയിലറിന് ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ട്രെയിലർ എന്ന് റിലീസ് ആവുമെന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും വിഷുവിന് മുൻപായിട്ട് ചിത്രത്തിന്റെ ട്രെയിലർ പ്രേക്ഷകരിലേക്ക് എത്തുന്നതാണ്. ചിത്രത്തെ സംബന്ധിച്ച് ഈ ഒരു ട്രെയിലർ വളരെ നിർണായകമാണ്. കാരണം ഈ ഒരു ട്രെയിലർ ഗംഭീരമാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമയെക്കുറിച്ചുള്ള ഹൈപ്പ് വർദ്ധിക്കും. അത് സിനിമയുടെ കളക്ഷനെയും ബോക്സ് ഓഫീസ് പെർഫോമൻസിനെയൊക്കെ സഹായിക്കുകയും ചെയ്യും. മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ റിലീസുകളിൽ ഒന്നായിട്ടാണ് പാട്രിയറ്റ് തിയേറ്ററിൽ എത്തുന്നത്. മോഹൻലാൽ കൂടെ ഭാഗമായതുകൊണ്ട് ഓവർസീസിലൊക്കെ വലിയ രീതിയിലുള്ള കളക്ഷനുള്ള സാധ്യതയുണ്ട്. ഏതായാലും സിനിമയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു ഹൈപ്പ് സിനിമ റിലീസ് ആകുമ്പോഴേക്കും വരട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പാട്രിയറ്റ് മലയാള സിനിമയുടെ അഭിമാന ചിത്രമായും ബോക്സ് ഓഫീസിൽ വമ്പൻ പെർഫോമൻസ് നടത്തുന്ന ചിത്രമായും ഒക്കെ മാറട്ടെ.